എല്ലാവർക്കും നമസ്കാരം. സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സ്റ്റഡി സോൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള സ്റ്റഡി സോണിൻ്റെ ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ചാണ്. സോ തൈറോയിഡ് ഗ്രന്ഥി എവിടെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, തൈറോയിഡ് ഗ്രന്ഥി ഇതായുടെ നമ്മുടെ ശ്വാസനാളത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കാണുന്നതാണ് ഇത് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി. ഒരു പൂമ്പാറ്റയുടെ രൂപത്തിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, തൈറോയിഡ് ഗ്രന്ഥിയെ കാണാനായിട്ട് പറ്റുന്നത്. സോ ശ്വാസനാളത്തിൻ്റെ ഇരുവശത്തുമായി കാണുന്ന ഒരു ഗ്രന്ഥിയാണ് ഇത് തൈറോയിഡ് ഗ്രന്ഥി. എന്നുകൂടെ പറയാം, ശ്വാസനാളത്തിൻ്റെ ഇരുവശത്തുമായി കാണുന്ന ഒരു ഗ്രന്ഥിയാണ് ഏത്, തൈറോയിഡ് ഗ്രന്ഥി. ഇതാണ് ഏത്, തൈറോയിഡ് ഗ്രന്ഥി. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. സോ തൈറോയിഡ് ഗ്രന്ഥി എവിടെയാണ് കാണപ്പെടുന്നത്, ശ്വാസനാളത്തിൻ്റെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ദളങ്ങളോട് കൂടിയ ഓക്കെ, അത് മാർക്കരുത്, രണ്ട് ദളങ്ങളോട് കൂടിയ ഗ്രന്ഥിയാണ് ഇത് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. രണ്ട് ദളങ്ങളോട് കൂടിയ ഗ്രന്ഥിയാണ് ഇത് തൈറോയിഡ് ഗ്രന്ഥി. ഇനി തൈറോയിഡ് ഗ്രന്ഥിയെ യോജിപ്പിച്ചിരിക്കുന്ന യോജക കലയ്ക്ക് പറയുന്ന പേരാണ് എന്ത്, ഇസ്തുമസ്. എന്താണ്, ഇസ്തുമസ്. ഓക്കെ, സോ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന് തൈറോക്സിൻ ആണ്. ഒന്ന് ഏതാണ്, തൈറോക്സിൻ. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കാൽസിറ്റോണിൻ. സോ ഇങ്ങനെ പറയുന്ന രണ്ട് ഹോർമോണുകളാണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാം. സോ തൈറോക്സിൻ്റെ ഫങ്ഷൻ അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ. തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ആര് പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ആര് ഉൽപ്പാദിപ്പിക്കുന്നതാണ്, തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. തൈറോക്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുക. അതാണ് എന്ത്, തൈറോക്സിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ അതായത് മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ നിരക്ക് എന്ത് ചെയ്യാണ്, കൂട്ടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിരക്ക് ഉയർത്തുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ, തൈറോക്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഭ്രൂണാവസ്ഥയിലും, അതായത് നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ നമ്മളൊരു ഭ്രൂണമായിരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിൻ്റെ വളർച്ചയും വികാസവും അതേപോലെ തന്നെ വികാസവും ത്വരിതപ്പെടുത്തുന്ന ഒരു ഹോർമോണാണ് ഏത്, തൈറോക്സിൻ. ഏതൊക്കെ ഘട്ടത്തിൽ, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിൻ്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇത് തൈറോക്സിൻ. ഓക്കെ, ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇത് തൈറോക്സിൻ. ഇനി കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളിലെ ശരീര വളർച്ച ഇതിനെ ബാധിക്കുന്ന ഒരു ഹോർമോണാണ് ഇത്, നിയന്ത്രിക്കുന്ന കുട്ടികളുടെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് ഇത് തൈറോക്സിൻ എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നു. പിന്നെന്താണ്? ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നു. അടുത്ത ഫംഗ്ഷനാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കൂട്ടുക, മസ്തിഷ്ക വളർച്ചാ വികാസം ത്വരിതപ്പെടുത്തുക, കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുക, ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നു. എന്താണ് ഈ ബേസൽ മെറ്റബോളിക് റേറ്റ്? അതായത് ഒരു ജീവി വിശ്രമാവസ്ഥയിലാണെങ്കിലും ഒരു ജീവിക്ക് ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് എന്ത് വേണം? ഒരു ഊർജം വേണം അല്ലേ? സോ അതിന് മാത്രം മതിയാവുന്ന ഊർജത്തിൻ്റെ ഉപയോഗം അറിയപ്പെടുന്നതാണ് എന്ത്? ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് ഒന്നുകൂടെ പറയാം, പൂർണ്ണമായ വിശ്രമാവസ്ഥയിലും ഒരു ജീവി പൂർണ്ണമായി വിശ്രമിക്കുന്ന അവസ്ഥയിലും ഒരു ജീവിക്ക് ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന്, ജീവൽ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസം എടുക്കുക അല്ലേ? ശ്വാസം എടുക്കുന്നത് എന്താണ്? ഒരു ജീവൽ പ്രവർത്തനമാണല്ലേ? സോ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശ്വാസം എടുക്കുന്നത്. ശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു എന്നാണ് പറയുക അല്ലേ? സോ ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ ഉപയോഗം നമ്മൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. സോ അതിനെയും നിയന്ത്രിക്കുന്നത് ആരാണ്? തൈറോക്സിനാണ്. അതിനെയും നിയന്ത്രിക്കുന്നത് ആരാണ്? തൈറോക്സിനാണ്. ഓക്കെ. ഇനി മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഓക്കെ. ഇനി നമുക്ക് ഈ തൈറോക്സിൻ്റെ അളവ് കുറയുന്നത് മൂലമുള്ള 2 രോഗങ്ങളെ പഠിക്കാം. സോ കുറയുന്നതും കൂടുന്നതും ഒക്കെ മൂലമുള്ളത് കേട്ടോ. സോ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. ഒന്നാണ് ഇത് ഹൈപ്പോതൈറോയിഡിസം. എന്താണ്? ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ. ഹൈപ്പോതൈറോയിഡിസം എന്താണെന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, മെയിൻലി ഹൈപ്പോതൈറോയിഡിസം ഫീമെയിൽസിലാണ് ഉണ്ടാകുന്നത്. മെയിൻലി. ഓക്കെ. അത് വെച്ച് മെയിലില്ല എന്നല്ല. ഹൈപ്പോതൈറോയിഡിസം മെയിലിലും ഫീമെയിലിലും ഉണ്ടാകും. കൂടുതലും ഫീമെയിൽസിനെയാണ് ബാധിക്കുന്നത്. സോ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്? ഹൈപ്പോതൈറോയിഡിസം എന്ന് വിളിക്കുന്നത്. തൈറോക്സിൻ്റെ അളവ് ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഇത് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാലോ? ഉൽപ്പാദനം കൂടിയാൽ എന്ത് സംഭവിക്കും? ഹൈപ്പർ തൈറോയിഡിസമായി മാറും. എന്തായി മാറും? ഹൈപ്പർ തൈറോയിഡിസമായിട്ട് അത് മാറും. സോ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ, കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ. ഓക്കെ. കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ, കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പർ. ഇനി എങ്ങനെയാണ് ഈ തൈറോയിഡ് വൈകല്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത്? അതായത് T3, T4, TSH, T3, T4, TSH എന്നീ ഹോർമോണുകളുടെ അളവ് നിർണയത്തിലൂടെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? തൈറോയിഡിൻ്റെ വൈകല്യങ്ങൾ കണ്ടെത്തുന്നത്. ഓക്കെ. സോ ഇനി ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉൽപ്പാദനം കുറയുന്നു കൂടുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നു കൂടുന്നു എന്ന് പറഞ്ഞു അല്ലേ? സോ ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ളൊരു മൂലകമുണ്ട്. ആ മൂലകത്തിൻ്റെ പേരാണ്, സോ അതിവിടെ നോക്കാം, തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു മൂലകമാണ് ഏത്? അയഡിൻ. ഏതാണ്? അയഡിൻ. സോ ഈ അയഡിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീർക്കുന്നതിനെയാണ്
വീർത്ത് വലുതാവുന്ന ഈ രോഗത്തിന് പറയുന്ന പേരാണെന്ത്? ഗോയിറ്റർ. ഏതാണ്? ഗോയിറ്റർ. മറക്കരുത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ വീർത്ത് വലുതാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഈ ഗോയിറ്റർ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? അയഡിൻ്റെ കുറവാണ്. എന്താണ്? അയഡിൻ്റെ കുറവാണ് ഈ ഗോയിറ്ററിന് കാരണം. ഇനി തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമാന്ദ്യത്തിനും വളർച്ചാ മുരടിപ്പിനും കാരണമാകുന്ന ഒരു രോഗമാണിത് ക്രെറ്റിനിസം. എന്താണ്? ക്രെറ്റിനിസം എന്ന് പറഞ്ഞാൽ. എന്നാൽ അത് മുതിർന്നവരിലാണെങ്കിലോ തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് മിക്സെഡിമ. ക്രെറ്റിനിസം കുട്ടികളിലാണ്. ക്രെറ്റിനിസം ആരെയിലാണ് ഉണ്ടാവുക? കുട്ടികളിലാണ്. എന്നാൽ മിക്സെഡിമ ആരെയിലാണ്? മുതിർന്നവരിലാണ്. അതിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്നതാണ്. ഇനി എന്നാൽ തൈറോക്സിൻ്റെ അധികം ഉൽപ്പാദനം ഉണ്ടായാലോ? തൈറോക്സിൻ്റെ അധികം ഉൽപ്പാദനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു രോഗത്തിന് പറയുന്ന പേരാണ് ഗ്രേവ്സ് ഡിസീസ്. ഏതാണ്? ഗ്രേവ്സ് ഡിസീസ്. സോ ഇപ്പം നമ്മൾ ഏതൊക്കെ ഡിസീസുകളാണ് ഇപ്പോൾ പറഞ്ഞത്? നമ്മളിപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞേ? ഒന്ന് നമ്മൾ പറഞ്ഞു ഏതാണ്? ഹൈപ്പോ തൈറോയിഡിസം. ഒന്ന് പറഞ്ഞു ഹൈപ്പോ തൈറോയിഡിസം. അതെന്താണ്? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ്. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. ഇനി ഹൈപ്പർ തൈറോയിഡിസം എന്തായിരുന്നു? ഹൈപ്പർ തൈറോയിഡിസം എന്തായിരുന്നു? ഇതിൻ്റെ ഉൽപ്പാദനം, അതായത് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് ഗോയിറ്റർ ആണ്. ഈ ഗോയിറ്റർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്തിൻ്റെ കുറവ് മൂലമാണ്? അയഡിൻ്റെ കുറവ് മൂലമാണ്. എന്തിൻ്റെ കുറവ് മൂലമാണ്? അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അത് എന്തിനുള്ള വീക്കമാണ്? തൈറോയ്ഡ് ഗ്രന്ഥി വീർക്കുന്നതാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇനി തൈറോക്സിൻ്റെ കുറവ് മൂലം, തൈറോക്സിൻ കുറഞ്ഞാൽ, തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണിത്. കുട്ടികളിൽ കാണുന്ന ഒരു രോഗമാണിത് ക്രെറ്റിനിസം. ഏതാണ്? ക്രെറ്റിനിസം. എന്നാൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം എന്നാൽ ഇവിടെ തന്നെ എഴുതാം. അഞ്ചാമത്തെ രോഗം എന്താണ്? മിക്സഡിമയാണ്. എന്താണ്? മിക്സഡിമയാണ്. മിക്സഡിമ തൈറോക്സിൻ്റെ കുറവ് മൂലം ആരിൽ കാണുന്നതാണത്? മുതിർന്നവരിൽ കാണപ്പെടുന്ന തൈറോക്സിൻ്റെ എന്നാൽ തൈറോക്സിൻ്റെ അമിത ഉൽപ്പാദനം, തൈറോക്സിൻ അമിതമായി ഉൽപ്പാദിപ്പിച്ചാൽ, അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് ഇത് ഗ്രേവ്സ് ഡിസീസ്. ഇതാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഗ്രേവ്സ് ഡിസീസ് അല്ലെങ്കിൽ എന്ത് പറയും? എക്സോഫ്താൽമിക് ഗോയിറ്റർ. എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നതും. ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൈറോക്സിൻ്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന ഒരു അമിതമായ ഉൽപ്പാദനം മൂലമുണ്ടാകുന്നതാണ് ഇത് ഗ്രേവ്സ് ഡിസീസ് അല്ലെങ്കിൽ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. സോ ഈ എക്സോഫ്താൽമിക് ഗോയിറ്ററിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ഇതിൻ്റെ ലക്ഷണം, ഇത് വന്നെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി എന്താവും? തൈറോയ്ഡ് ഗ്രന്ഥി വീർക്കും. എന്ത് ചെയ്യും? വലുതാകും. വീർക്കല്ല, വലുതാവും. പിന്നെന്താ ചെയ്യുക? കണ്ണുകൾ പുറത്തേക്ക് തള്ളുക. ഓക്കെ. പിന്നെന്താ ഉണ്ടാവുക? അടിസ്ഥാന ഉപാപചയ നിരക്ക് വർദ്ധിക്കുക. ഉപാപചയ
നിരക്ക് എന്ത് ചെയ്യും? വർദ്ധിക്കും. പിന്നെന്താണ്? ശരീരഭാരം എന്ത് ചെയ്യും? ശരീരഭാരം കുറയും. ശരീരഭാരം എന്ത് ചെയ്യും? കുറയും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോടൊക്കെ കൂടിയ ഹൈപ്പർ തൈറോയിഡിസത്തിനെയാണ്. സോ തൈറോക്സിൻ അമിതമായി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉണ്ടാവുക എന്നാണ്. അതെന്താണ്? ഒരു ഹൈപ്പർ തൈറോയിഡിസം ആണ് അല്ലേ? സോ ഈ ഹൈപ്പർ തൈറോയിഡിസം ആണ്, അതായത് ഈ ലക്ഷണങ്ങളൊക്കെ കൂടിയിട്ട് ഉണ്ടാകുന്ന ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ പേരാണ് എന്ത്? എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് തൈറോക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കാൽസിറ്റോണിനെ നോക്കാം. സോ കാൽസിറ്റോണിനും അതേപോലെ തന്നെ തൈറോക്സിനുമാണ് ആരുണ്ടാക്കുന്ന ഹോർമോൺ എന്ന് ഞാൻ പറഞ്ഞു? തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോൺ എന്ന് പറഞ്ഞു. സോ ഇനി കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞാൽ രക്തത്തിൽ അമിതമായുള്ള അല്ലെങ്കിൽ അധികമുള്ള കാൽസ്യം കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് നിയന്ത്രിക്കുക. കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് സാധാരണ നിലയിലെത്തിക്കുന്ന ഹോർമോണാണ് ഏത്? കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. സോ കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സോ എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? രക്തത്തിൽ അധികമായുള്ള കാൽസ്യത്തിനെ അളവ് കുറച്ചിട്ട് അതിനെ സാധാരണ നിലയിലെത്തിക്കുക എന്നുള്ളതാണ് കാൽസിറ്റോണിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ അസ്ഥികളിൽ നിന്ന് എങ്ങോട്ടേക്ക്? രക്തത്തിലേക്ക് കാൽസ്യം കലരുന്നത്, അതായത് അസ്ഥികളിൽ നിന്ന് കാൽസ്യം എന്ത് ചെയ്യുക? രക്തത്തിലേക്ക് പോകുന്നത് തടയുന്നത് ആരാണ്? കാൽസിറ്റോണിനാണ്. കാൽസിറ്റോണിനാണ്.